بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وحفظا وعدلا كاملا، رب استمن بالخير والسعادة. اللهم اكرمنا بنور العلم وبسرعة الفهم، واعذنا من ظلمات الوهم والجهل. നിസ്കാരത്തിന് ധാരാളം നിബന്ധനകൾ നാം പറഞ്ഞു, ഷർത്തുകൾ. ആ ഷർത്തുകളെ തൊട്ട് അശക്തനായാൽ, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവണമെന്ന് പറഞ്ഞു, നജസിനെ തൊട്ട് ശുദ്ധിയാവണമെന്ന് പറഞ്ഞു, ഔറത്ത് മറക്കണം, സമയമായെന്നറിയണം, കിബിലക്ക് മുന്നിടണം. ഇങ്ങനെ 5 ഷർത്തുകൾ നിസ്കാരത്തിന് പറഞ്ഞിരുന്നു. ഈ ഷർത്തുകളെ തൊട്ട് അശക്തനായാൽ എങ്ങനെ ചെയ്യണം? സ്വലാത്തുൽ ആജിസ്, അശക്തന്റെ നിസ്കാരം. അനിശുറൂത്തി, ഷർത്തുകളെ തൊട്ട് അശക്തനായവന്റെ നിസ്കാരം. അത്വഹാറത്തു അനിൽ ഹദസി, ഒന്ന് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവലാണ് ഒരു ഷർത്ത്. മൻ അജസ, ഒരാൾ അശക്തനായാൽ, അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ടുള്ള ശുദ്ധീകരണത്തെ തൊട്ട് അശക്തനായാൽ. മൻ അജസ, ഒരാൾ അശക്തനായാൽ, അനി ത്വഹാറത്തി, ശുദ്ധിയാക്കലിനെ തൊട്ട്, അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട്, ബിൽമായി, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കാൻ അശക്തനായാൽ, തയമ്മമാമൻ, തയമ്മം ചെയ്ത് നിസ്കരിക്കണം. ഫൈൻ അജസ, തയമ്മം ചെയ്യാനും അശക്തനായാൽ, സല്ലാവൻ നിസ്കരിക്കണം. ബിഹദസിഹി, അവന്റെ അശുദ്ധിയോട് കൂടെ അങ്ങ് നിസ്കരിക്കണം. തയമ്മം വേണ്ട. അൽ ഫർള, ഫർളിനെ നിസ്കരിക്കണം. സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. തയമ്മുമില്ല, വെള്ളം കൊണ്ടുള്ള വളുഇല്ല. എന്നാ പിന്നെ സല്ലാ ബിഹദസിഹി, അശുദ്ധിയോട് കൂടെ നിസ്കരിക്കണം. അൽ ഫർള, ഫർളിനെ. സുന്നത്തില്ലട്ടാ. ലിഹുർമത്തിൽ വഖ്തി, ലിഹുർമത്തിൽ വഖ്തി, സമയത്തിന്റെ ബഹുമാനത്തിന് വേണ്ടി, സമയത്തിന്റെ ബഹുമാനത്തിന് വേണ്ടി. ലിഹുർമത്തിൽ വഖ്തി, എന്ത് ചെയ്യണോ? സമയമായാല് സമയം തെറ്റിക്കാൻ പാടില്ല. ളുഹറ് അസറിന് മുമ്പായിട്ട് നിസ്കാരം നടത്തണം. വെള്ളമില്ല ഉസ്താദേ, വെള്ളമില്ലെങ്കിൽ തേമം ചെയ്യണോ? തേമം ചെയ്യാനും മണ്ണില്ല, എന്നാലും നിസ്കരിക്കണം. സമയമായാൽ നിസ്കരിക്കണം. അശുദ്ധിയോട് സല്ലാവൻ നിസ്കരിക്കണം. ബിഹദസിഹി, അവന്റെ അശുദ്ധിയോട് കൂടെ. അൽ ഫർള, ഫർളിനെ. ലിഹുർമത്തിൽ വഖ്തി, സമയത്തിന്റെ ബഹുമാനം സംരക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഒരിക്കലും കലാകാൻ പാടില്ല. സുമ്മാഅദ, പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. അത്വഹാറത്തു അനിൻ നജസി, ഇനി ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? തേമം ചെയ്യണം. തേമം ചെയ്യാൻ സാധ്യമല്ലെങ്കിലും നിസ്കാരമാണോ? നിസ്കരിക്കണം. സമയത്തിന് വിട്ട് പിന്തിക്കാൻ പാടില്ല. പക്ഷെ 2 അശുദ്ധിയും 2 ശുദ്ധീകരണവും ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല തേമും ഇല്ലാതെ നിസ്കരിച്ചതാണെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ടി വരും. അതാണ് സുമ്മാഅദ, പിന്നെ മടക്കി നിസ്കരിക്കണം. വെള്ളം കിട്ടിയാൽ മടക്കി നിസ്കരിക്കണം. രണ്ടാമത് ഒന്നെടുത്തിട്ട് ഇപ്പൊ തൽക്കാലം നിസ്കാരം നടത്താം. എന്നാൽ നിസ്കാരം ഒഴിവാകുന്ന പ്രശ്നമേ ഇല്ല. ഓരോ കാരണം പറഞ്ഞ് എല്ലാ വെള്ളം ഉണ്ടായാലും നമ്മളാൾക്കാർ നിസ്കരിച്ചില്ല. അത്തഹാറത്തു അനിൻ നജസി, നജസിനെ തൊട്ടുള്ള ശുദ്ധീകരണം. ഇനി നജസ് ആയിട്ടുണ്ട്, ശുദ്ധിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? മൻ നജസ, ഒരാൾ അശക്തനായാൽ, തത്ഹീരിൻ നജാസത്തി, നജസിനെ ശുദ്ധിയാക്കലിനെ തൊട്ട്, ഫീ ബദനി, അവന്റെ ശരീരത്തിൽ നജസുണ്ട്, ശുദ്ധിയാക്കാൻ കഴിയുന്നില്ല. സ്വല്ലാവൻ നിസ്കരിക്കണ, എന്നാലോ ആ നജസോട് കൂടെ അങ്ങ് നിസ്കരിക്കണം. ഉദാഹരണത്തിന് വെള്ളമില്ല, ശുദ്ധിയാക്കാൻ വെള്ളമില്ല, നജസ് ഉണ്ടേനും, എന്നാൽ സ്വല്ലാവൻ നിസ്കരിക്കണം. ലിഹുർമത്തിൽ വഖ്തി, സമയത്തെ ബഹുമാനിച്ചതിന് വേണ്ടി. പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യണോ?
ഔ ഫീ തൗബിഹി, അവന്റെ വസ്ത്രത്തിൽ ആണ് നജസെങ്കിൽ നജസിനെ വൃത്തിയാക്കാൻ സാധിക്കണില്ല. എന്നാൽ സ്വല്ലാറിയാന, നഗ്നനായിട്ട് നിസ്കരിക്കണോ, വിവസ്ത്രനായിട്ട് വസ്ത്രമില്ലാതെ. ആ നജസുള്ള വസ്ത്രം ധരിക്കാൻ പറ്റോ? അത് വേണ്ട. റൂമിൽ പോകുക, വസ്ത്രം ധരിച്ച നിസ്കരിക്കുക. വലായാദത്തലേഹി, നഗ്നനായിട്ട് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. പക്ഷെ നജസ്സോട് കൂടെ ശരീരത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, വിവസ്ത്രനാകാൻ പറ്റൂലല്ലോ. ശരീരത്തിന് നജസ് ഉണ്ടായാല് അവിടെ മടക്കി നിസ്കരിക്കണം. നേരത്തെ പറഞ്ഞല്ലോ ആദസുമാദൻ, നഗ്നനായിട്ട് നിസ്കരിച്ചെടുത്ത് വലായാദ് തലി മടക്കി നിസ്കരിക്കേണ്ടതില്ല. ലാമൻ, ഒരുത്തനല്ല, അംകനഹു തത്വീറുഹോ, ശുദ്ധിയാക്കാൻ സാധിക്കുന്ന ആളല്ല. വസ്ത്രമൊക്കെ വൃത്തിയാക്കാൻ സാധിക്കും. വൈൻ ഖറജൽ വഖ്തു, സമയം പുറപ്പെട്ടാലും ശരി. എന്നാൽ അവിടെ വസ്ത്രം കഴുകി വൃത്തിയാക്കിയിട്ട് സമയം കളായാലും വസ്ത്രം കഴുകണം, കഴുകിയിട്ട് നിസ്കരിക്കണോ. അവിടെ വസ്ത്രം നജസോട് കൂടെയുള്ള വസ്ത്രം കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നഗ്നനായിട്ടും നിസ്കരിക്കാൻ പാടില്ല. ലാമൻ, ഒരുത്തനല്ല, അംകനഹു തത്വീർ, അവർക്ക് ശുദ്ധിയാക്കാൻ സാധിക്കും. ഫൈന ഖറജൽ വഖ്തു, സമയം പുറപ്പെട്ടാലും ശരി. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. വമൻ ഹുബിസ, ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഫീമക്കാനിൻ നജിസ്, നജിസായ ഒരു സ്ഥലത്ത്, ഉദാഹരണം സെപ്റ്റിക് ടാങ്കിൽ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്തിക്കണേ. ഫീമക്കാനിൻ നജസ്, നജിസായ സ്ഥലത്ത്, വല്ല മെജിദ്, അവൻ എത്തിച്ചീലാമ, ഒന്നിനായി ഫിരിശാലെ, അതിന്റെ മേൽ വിരിക്കാൻ. എന്നാൽ സ്വല്ലാ, ആ നജസിലിരുന്ന് അല്ലെങ്കിൽ നജസിൽ നിന്ന് നിസ്കരിക്കണം. വാദാ, പക്ഷേ മടക്കി നിസ്കരിക്കണം. പിന്നെ നിസ്കരിച്ചാ പോരെ, പറ്റൂല. ഈ സമയ നിശ്ചയിച്ചതായത് കൊണ്ട് സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് കഴിയുന്നത് പോലെ അവിടെ വെച്ച് നിസ്കരിക്കണം. നജസ് ഉണ്ടായിക്കോട്ടെ. വാദ, മടക്കി നിസ്കരിക്കുകയും ചെയ്യണം. സുജൂദി, സുജൂദിന് വേണ്ടി കുനിയണം. സുജൂദിന് വേണ്ടി ഇങ്ങനെ ആംഗ്യം കാട്ടി കുനിയണം. വലായലോ ജബഹത്തു, നെറ്റിത്തടം വെക്കേണ്ടതില്ല. അല നജാസത്തി, നജസിന്റെ മേലിൽ. അത്രയും സമയം വിട്ട് പിന്തിക്കുന്നത് ഗൗരവമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് നജസിനെ വൃത്തിയാക്കാൻ അശക്തനായാലാണ് പറഞ്ഞത്. നേരത്തെ വലോ ചെയ്യാനും തൈമം ചെയ്യാനും അശക്തനായാലുള്ള നിയമം പറഞ്ഞു. ഇനി ഔറത്ത് മറക്കലിനെ തൊട്ട് അശക്തനായാലുള്ള നിയമം സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കൽ. മൻ, ഒരാൾ ഫഖദ തൗബ, വസ്ത്രമില്ലാതെയായാൽ, വസ്ത്രമില്ല, ലസിമഹു സത്തുറു ഔറത്തിഹി, അവൻക്ക് നിർബന്ധമാണ് എന്റെ ഔറത്ത് മറക്കൽ. ബിത്തീനിൻ, ചളി കൊണ്ട്, നല്ല ചളി കിട്ടുന്നുണ്ടെങ്കിൽ തേമ്പ, ഔ ഹസീഷിന്, അല്ലെങ്കിൽ പുല്ലുകൊണ്ട്, ഔ അറക്കിന്, അല്ലെങ്കിൽ ഇല കൊണ്ട്, ഔ ഹൈരിഹ, അല്ലാത്തത് കൊണ്ടൊക്കെ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. വലൗ ഖദറ, ഒരാള് കഴിഞ്ഞാൽ, അലാബാദ് സാത്തിരി, മറയുടെ അല്പത്തിന്റെ മേലിൽ ചെറിയൊരു വസ്ത്രം കിട്ടി. എന്നാൽ ലസിമഹു സത്രു, അതുകൊണ്ട് മറക്കണം. ലസിമ, അവൻക്ക് നിർബന്ധമാണ് സുത്രു, മറക്കല്. ബിമ, ഒന്നുകൊണ്ട് വജദ, അവൻ എത്തിച്ചതായ. മുഖദ്ദിമൻ, മുന്തിക്കണം. സൗഅത്തൈനി, രണ്ട് മുന്തുവാരവും പിന്തുവാരവും ആദ്യം മറക്കണോ. ആദ്യം അവിടെ മറക്കണം. ഫൽ ഖുബല, മുന്നും പിന്നും മറക്കാൻ തികയൂല. ആകെ ചെറിയൊരു കഷ്ടാണെങ്കിൽ ഫൽ ഖുബല, മുന്നു മറക്കണം. ഫൈലം യജിദ് സാത്തിറാസുല, മറയെ തീരെ കിട്ടിയില്ല, പുല്ല് പോലും കിട്ടിയില്ല, കടലാസ് പോലും കിട്ടിയില്ല. എന്നാ സ്വല്ലാ അറിയാൻ നഗ്നനായിട്ട് നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. വിദായ ആദത്തി, മടക്കി നിസ്കരിക്കേണ്ടതില്ല. പിന്നെ വസ്ത്രം കിട്ടിയാൽ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഇനി മാരിഫത്തുൽ വഖ്തി, സമയത്തെ അറിയുക. സമയം അറിയില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കും? മൻ ജഹിലൽ വഖ്ത, സമയം അറിയാതെ ആയാൽ.
വലം യുഖ്ബിറുഹു ബിഹി സിഖത്തുൻ, വിശ്വസ്തനവനോട് പറഞ്ഞതുമില്ല. വലം യുഖ്ബിറുഹു ബിഹി സിഖത്തുൻ, വിശ്വസ്തനവനോട് പറഞ്ഞതുമില്ല. ഇജ്തഹദ, അവൻ ഗവേഷണം ചെയ്ത് കണ്ടെത്തണോ സമയം ആയോ എന്ന്. മിനഹി വിറുദിൻ, അവന്റെ പതിവ് ചര്യയെ കൊണ്ട്, അവൻ പതിവായിട്ട് ചെയ്യുന്ന ജോലി, ആ ജോലി ഇത്ര ചെയ്താൽ ഇത്ര സമയാവലുണ്ട് എന്നിങ്ങനെ, അല്ലെങ്കിൽ അവന്റെ പതിവ് ദിക്റ്, അല്ലെങ്കിൽ അവന്റെ പതിവ് അനുസരിച്ച് അവൻ എന്താ ചെയ്യലുള്ളത് അത്. ഫൈംബാന, അപ്പോൾ അവൻ അങ്ങനെ നിസ്കരിച്ചു, ഗവേഷണം ചെയ്തിട്ടോ മറ്റോ നിസ്കരിച്ചപ്പോ, ഫൈംബാന, ഒരാൾക്ക് വെളിവായാൽ അന്ന സ്വലാത്തോ, നിസ്കാരം കബല വക്തിയ, സമയത്തിന് മുമ്പായിരുന്നു, സമയത്തിന് മുമ്പായിരുന്നു, ലോഹർ ബാങ്ക് കൊടുക്കണം മുമ്പേ നിസ്കരിച്ചത് എന്ന് വെളിവായാൽ, ആദാ, രണ്ടാമത് മടക്കി നിസ്കരിക്കണോ. ഇല്ല, അങ്ങനെ അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കൃത്യത്തിനാണെന്ന് വെളിവായാല്, മുമ്പാണെന്ന് വെളിവായിട്ടില്ലെങ്കിൽ, ഇല്ല അങ്ങനെ മുമ്പാണെന്നൊന്ന് വെളിവായിട്ടില്ല, സമയത്തിന് മുമ്പായിരുന്നെന്ന് വെളിവായിട്ടില്ലെങ്കിൽ ഫല മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഒരാള് ഗവേഷണം ചെയ്തിട്ടോ മറ്റോ നിസ്കരിച്ചപ്പോ സമയം മുമ്പാണ് എന്ന് വെളിവായാല്, നിസ്കരിച്ചത് സമയത്തിന് മുമ്പാണെന്ന് വെളിവായ രണ്ടാമത് നിസ്കരിക്കണോ. ഇല്ല, വെളിവാകാതിരുന്നാൽ ഫല നിസ്കരിക്കേണ്ട. വൈലം യഖ്ദിർ, ഒരാൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അലാ മഅരിഫത്തിഹി, സമയം അറിയാൻ, ബിശൈഇൻ, ഒരു വസ്തു കൊണ്ടും, ഇമ്മാ ദിക്റ, മേൽ പറഞ്ഞതിൽപ്പെട്ട, അവന്റെ പതിവ് ജോലിയോ പതിവ് ദിക്റോ ഒന്നുകൊണ്ടും സമയം അറിയാൻ കഴിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ, വൈലം യഖ്ദിർ, അവൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അലാ മഅരിഫത്തിഹി, സമയം അറിയലിന് മേലിൽ, ബിശൈഇൻ, ഒരു വസ്തു കൊണ്ടും, ഇമ്മാ ദിക്റ, മേൽ പറഞ്ഞതിൽപ്പെട്ട, സ്വല്ലാ, ഒരു നിഗമനം വെച്ചങ്ങ് നിസ്കരിക്കണം. ഗവേഷണം ചെയ്തിട്ടൊന്ന് വെളിവായിട്ടില്ലെങ്കിൽ പറഞ്ഞത് സ്വല്ലാ, എന്നാലും നിസ്കരിക്കണം, ഒരു നിഗമനം വെച്ച് നിസ്കരിക്കണം. ഹുർമത്തിൽ വഖ്തി, സമയത്തെ ബഹുമാനിച്ചതിന് വേണ്ടി. സുമ്മാദാ, പിന്നെ മടക്കി നിസ്കരിക്കണോ. ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിടുന്നതിനെ പറ്റി. ഖിബ്ല ഏതാണെന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണോ, അശക്തനായാൽ എന്ത് ചെയ്യണോ. മൻ തഹയ്യറ, ഒരാൾ പരിഭ്രമിച്ചാൽ, ഈ അംരിൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ കാര്യത്തിൽ, ഖിബ്ല പിടുത്തം കിട്ടണില്ല. വലാഖൽ വഖ്തു, സമയം കുടുസാവുകയും ചെയ്താൽ, സല്ലാ, അയാൾ നിസ്കരിക്കണം, ഇലാ അയ്യി ജിഹത്തിൻ ഷാ, അവൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക്. ഖിബ്ല പിടുത്തം കിട്ടാതായി, പരിഭ്രമിച്ചോ, സമയാണെങ്കിൽ കഴിയാനായി, എന്നാൽ വലാഖൽ വക്തു, സമയം കുടുസാവുകയും ചെയ്താൽ, സ്വല്ലാ, അവൻ നിസ്കരിക്കില്ല, അയ്യത്തിൻ ഷാ, അവൻ ഉദ്ദേശിച്ചത് ഭാഗത്തിലിരിക്കും. സുമ്മാദ, പിന്നെ മടക്കി നിസ്കരിക്കണോ. ഒരാൾ അശക്തനായാൽ ഇസ്തിഖ്ബാലിഹ, കിബിലക്ക് അറിയാം, പക്ഷെ കിബിലക്ക് മുന്നിടലിനെ തൊട്ട് അശക്തനായി, കിബിലക്ക് മുന്നിടിക്കാൻ ആളില്ല. ഓനെ നേരെ കേക്കോട്ട് തിരിച്ചാരൊക്കെ എടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് തിരിയാൻ കഴിയൂല. ലാ യജിദു, എത്തിച്ചേരാമൻ ഒരുത്തനെ, യുവജ്ജുഹു, അവനെ മുന്നിടിക്കാൻ, ഇലേഹ, കിബിലയിലേക്ക്. വക മർബൂത്തിൻ, കെട്ടിയിടപ്പെട്ടവനെ പോലെയോ. കമരീന്ന് നേരത്തെ പറഞ്ഞു, രോഗിയെ പോലെ. ലാ യജിദു, മൻ, ഒരുത്തനെ എത്തിച്ച്, യുവജ്ജവനെ മുന്നിടിക്കാൻ, ഇലേഹ, കിബിലയിലേക്ക്. വക മർബൂത്തി, കെട്ടിയിടപ്പെട്ടവനെ പോലെ. ലാ ഗൈരി ജഹത്തിയ, കിബില അല്ലാത്ത ഭാഗത്തേക്ക്. ഫൈസല്ലി, അവൻ നിസ്കരിക്കണം, അലാ ഹാലി, അവന്റെ അവസ്ഥയിൽ. സുമ്മ യുഈദു, പിന്നെ മടക്കി നിസ്കരിക്കുകയും ചെയ്യണോ. ഇതാണ് അവിടുത്തെ നിയമം. അപ്പൊ അശക്തനായാൽ പോലും നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, ഒരിക്കലും സമയത്തെ വിട്ട് ബന്ധിക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും.